നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചിങ്ങമൊന്ന് പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരി. പുതുവർഷത്തെ വരവേറ്റ് മലയാളികൾ. നാടെങ്ങും കർഷക ദിനാചരണ പരിപാടികളും. തൃശൂർ പുലിക്കളിക്ക് കൊടിയേറി. പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പുലിമടകളിൽ സജീവം. മകന്റെ വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അമ്മ മരിച്ചു. സംഭവം പാവറട്ടിയിൽ. മകൻ പോലീസ് പിടിയിൽ. വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ സംവിധാനം തുടരണമെന്ന് KSKTU കൊടകര ഏരിയ സമ്മേളനം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ചിങ്ങമൊന്ന്, പുതുവർഷപ്പിറവി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന ദിനം. പഴയതിനെ മറന്ന് പുതിയ പ്രതീക്ഷകളിലേക്ക് ചുവടുവയ്ക്കുകയാണ് ഓരോ മലയാളിയും. കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസമായ ചിങ്ങമാസത്തിന്റെ ആദ്യ ദിവസമാണ് മലയാളികളുടെ പുതുവർഷമായി ആഘോഷിക്കുന്ന ചിങ്ങപ്പിറവി. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയും വരവേൽക്കുന്ന ഈ മാസം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തുടക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. മലയാളിയുടെ ദേശീയോത്സവമായ ഓണം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ആഘോഷിക്കുന്നത്. കൊയ്ത്തുപാട്ടുകളുടെയും പുതിയ വിളവെടുപ്പിന്റെയും ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ചിങ്ങമാസം സമ്മാനിക്കുന്നത്. ചിങ്ങപ്പിറവി ദിവസം കേരളത്തിലെ വീടുകൾ ശുദ്ധിയാക്കുകയും നിലവിളക്ക് കൊളുത്തി ഐശ്വര്യം നിറയ്ക്കുകയും ചെയ്യുന്നു. കർഷക ദിനം കൂടിയായി ആചരിക്കുന്ന ചിങ്ങം 1 കൃഷിക്കും കർഷകർക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. പ്രകൃതി അതിന്റെ മുഴുവൻ സൗന്ദര്യവും പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാലം കൂടിയാണിത്. പഴമയുടെ നന്മകളും സംസ്കാരവും പുതുതലമുറയിലേക്ക് കൈമാറുന്ന ഈ ദിവസം മലയാളികളുടെ മനസ്സിൽ എന്നും ആവേശവും സന്തോഷവും നിറയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും NCTV ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. തൃശൂരിൽ പുലിക്കളിക്ക് കൊടിയേറി. തൃശൂർ പുലിക്കളിക്ക് കൊടിയേറി. നടുവിലാലിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, MLA രാജൻ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. ഇത്തവണ 9 സംഘങ്ങളാണ് പുലിക്കളിക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നാലോണ നാളായ 29-ന് വൈകിട്ട് 4 മുതൽ നഗരത്തിൽ പുലികളിറങ്ങും. പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പുലിമടകളിൽ സജീവമായി നടന്നുവരികയാണ്. പുലിക്കളിക്കുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗഡു മേയർ വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം കുമ്മാട്ടി മഹോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നിരുന്നു. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറയും നിറപുത്തരിയും ആഘോഷിച്ചു. നെൽക്കതിരുകൾ ആചാരപരമായി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് മേൽശാന്തി നെൽക്കതിരുകൾ പൂജിച്ച് ശ്രീലകത്തും തിടപ്പള്ളിയിലും ഉപദേവതാ ക്ഷേത്രങ്ങളിലും സ്ഥാപിച്ചു. പൂജകൾക്ക് ശേഷം നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറപുത്തരി ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ചിങ്ങം 1 അർണോസ് പാതിരി ചെയർ ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ അധ്യക്ഷനായി. അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു. മലയാള ഭാഷയെ സ്നേഹിക്കുകയും നിഘണ്ടുകളും വ്യാകരണ ഗ്രന്ഥങ്ങളും സാഹിത്യകൃതികളും രചിക്കുകയും ചെയ്ത അർണോസ് പാതിരിയുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് പ്രൊഫസർ ജോൺ തോമസ് ക്ലാസ് എടുത്തു. മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, IQAC കോർഡിനേറ്റർ ഷീന സാറ വിന്നി, ഡീൻ ഓഫ് റിസർച്ച് ആൻഡ് സ്റ്റുഡന്റ് അഫയേഴ്സ് പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ്, മലയാളം വിഭാഗം മേധാവി ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, മലയാളം അസോസിയേഷൻ ഭാരവാഹികളായ ലയ ജിയോ, ജോയൽ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. DJ മോഡലിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. DJ മോഡലിംഗ് കമ്പനി CEO ജിബിൻ ജോസ്, മീഡിയ മാനേജർ ഡൊമിനിക് പാലത്തിങ്കൽ, എഡിറ്റർ ഷീൻ, കോർഡിനേറ്റർ ശ്രീലേഖ എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാവിനോദ പരിപാടികളും ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കമ്പനിയുടെ അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. പാവറട്ടിയിൽ മകന്റെ വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അമ്മ മരിച്ചു. തരകൻ വീട്ടിൽ പരേതനായ ചെറിയാന്റെ ഭാര്യ ഡോളിയാണ് മരിച്ചത്. 70 വയസ്സ്. മകൻ ബെൻഹറിനെ വീട്ടിൽ നിന്ന് തന്നെ പാവറട്ടി പോലീസ് പിടികൂടി. ഡോളിയുടെ മകൻ 46 വയസ്സുള്ള ബെൻഹറാണ് വെട്ടിയത്. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി പറയുന്നു. വെട്ടുകത്തി കൊണ്ട് തലയിൽ വെട്ടുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡോളിയെ ആദ്യം പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ബിസിനസ് ന്യൂസ്. പ്രമുഖ ബേക്കറി ഔട്ട്ലെറ്റ് ഗ്രൂപ്പായ മോഡി ബേക്കറിയുടെ പുതിയ ഷോപ്പ് ഇനി കോടാലിയിലും. പ്രമുഖ ബേക്കറി ഔട്ട്ലെറ്റ് ഗ്രൂപ്പായ മോഡി ബേക്കറിയുടെ പുതിയ ഷോപ്പ് ഇനി കോടാലിയിലും. ബേക്കിംഗ് രംഗത്ത് 39 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള മോഡി ബേക്കറി കോടാലി ആൽത്തറ ജംഗ്ഷനിലെ സമൃദ്ധ ടവറിലാണ് ആരംഭിച്ചിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സെക്രട്ടറി രഞ്ജി മോൻ ആദ്യ വിൽപ്പന നടത്തി. മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവ് വിനയൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗം ഷീജ അജിത്, റോട്ടറി ക്ലബ്ബ് RMBF അഡ്വക്കേറ്റ് അഖിലേഷ്, മോഡി കേക്ക്സ് ആൻഡ് കൺഫെക്ഷനറി പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡു ദേവസി, ഡയറക്ടർ ജോയ് ദേവസി എന്നിവർ സന്നിഹിതരായി. കേക്കുകൾ, പേസ്ട്രികൾ, കുക്കീസുകൾ, വിവിധതരം പപ്സുകൾ, വിവിധതരം ഹൽവ, നാടൻ പലഹാരങ്ങൾ, സ്വീറ്റ്സുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും ഐസ്ക്രീമുകളുടെയും വിപുലമായ ശേഖരമാണ് മോഡി ബേക്കറിയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. നിരവധി പ്രശംസകൾ നേടിയ മോഡി ബ്രാൻഡിന്റെ സ്പെഷ്യൽ ചിക്കൻ ലെഗ് പീസ് പബ്സുകളും ഇപ്പോൾ കോടാലിയിലും ലഭിക്കുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് ഇവിടുത്തെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ശുചിത്വത്തിനും ഉയർന്ന ഗുണനിലവാരത്തിനും മുൻഗണന നൽകുന്നതോടൊപ്പം ഓരോ കഷണത്തിലും രുചിയും സ്നേഹവും ഒരുപോലെ പകരുന്നുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. രുചിയുടെ പാരമ്പര്യവും പുതുമയും തേടി കോടാലിയിലെ ഭക്ഷണപ്രേമികൾക്ക് ഇനി സമൃദ്ധ ബിൽഡിംഗിലെ മോഡി ബേക്കറിയിലേക്ക് സ്വാഗതം. രുചിയുടെ പാരമ്പര്യം, പുതുമയുടെ സ്പർശം. മോഡി ബേക്കറി, സമൃദ്ധ ടവർ, ആൽത്തറ ജംഗ്ഷൻ, കോടാലി. ഫോൺ 8281199044 9447380502. ചാലക്കുടി വന്ന കാലം മുതൽ ഇന്ന് വരെ ഞങ്ങളോട് കാണിച്ച ആ നല്ല സ്നേഹത്തിന് മോഡി ഗ്രൂപ്പിന് ഞാൻ ഈ സമയത്ത് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ വളർച്ചയോടൊപ്പം ഇവരോരോ പാവപ്പെട്ടവരെ ഇവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ദൗത്യം. 13 സ്ഥാപനങ്ങൾ നിലനിൽക്കുമ്പോഴും എനിക്കറിയാം ആളൂരൊക്കെ ഞാനാണ് അവരുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇന്ന് കോടാലിയിലും ഇതുപോലെ ഭാഗ്യം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഞാൻ കോടാലി മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് രഞ്ജി മോനെ ഇവരെ ഞാൻ തിരിച്ച് ഏൽപ്പിക്കണം. ഞാൻ മോഡി ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനം കോടാലിയിലെ അംഗമാവുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. കോടാലി മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ച് 800 മെമ്പർമാരുള്ള വലിയ ഒരു യൂണിറ്റ് തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കോടാലി മർച്ചന്റ് അസോസിയേഷന് ഇത്രയും വലിയ ഒരു ഗ്രൂപ്പിന്റെ സേവനം കൂടി, പിന്തുണ കൂടി ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായിട്ട് കാണുന്നതാണ്. വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഞാനിവിടെ ഇന്നിവിടെ നിൽക്കുന്നത്. മോഡി ഗ്രൂപ്പിൻ്റെ 13ാമത്തെ ഷോറൂമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എനിക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യം, അഭിമാനം തരുന്ന കാര്യം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ 4 ഉദ്ഘാടനങ്ങളിലും എനിക്ക് പ്രസ്ഥാനത്തിൽ വന്ന് പങ്കെടുക്കാനും 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് ഏറെ ഭാഗ്യകരമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഓണത്തിൻ്റെ ആ ഒരു മുന്നോടി തിരക്കിലാണ്, സന്തോഷത്തിലാണ്. നമ്മുടെ എല്ലാം സന്തോഷത്തിന് ഒരേ ഒരു കാര്യം നമ്മളുടെ ആരോഗ്യം തന്നെയാണ്. നമ്മളുടെ ആരോഗ്യം നമ്മളുടെ ശുദ്ധമായ വിഷരഹിതമായ മായമില്ലാത്ത ഭക്ഷണത്തിലൂടെയാണ്. എല്ലാവരും ജൈവ കൃഷി ചെയ്യണം എന്നാണ്. പക്ഷേ നമുക്ക് പലതും ഇങ്ങനെയുള്ള ബേക്കറിയിൽ നിന്നും പാചകം ചെയ്ത ഭക്ഷണം വാങ്ങേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും മോഡി ബേക്കറിയെ കുറേ കാലങ്ങളായിട്ട് എനിക്കറിയാം. 100% വിശ്വസിക്കാം. മായമില്ലാത്ത നല്ല ശുദ്ധമായ ഭക്ഷണം കൊടുക്കുന്ന ഒരിടമാണ്. ആദ്യം തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഞാൻ ബേക്കറിയെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നല്ല വ്യത്യസ്ത രുചിയിലുള്ള ഭക്ഷണങ്ങളും മികച്ച സേവനങ്ങളും നൽകി നമ്മുടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു ബേക്കറിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ചിങ്ങം 1-ാം തീയതി മോഡി ബേക്കറിയുടെ 13ാമത്തെ ഔട്ട്ലെറ്റ് കോടാലി നമുക്കെല്ലാവർക്കും സുപരിചിതമായ
കോടാലിയിൽ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. മോഡി ഗ്രൂപ്പിന്റെയും സ്റ്റാഫിന്റെയും ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും പേരിൽ വിനീതമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഓണം പടിവാതിൽക്കിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് കൊടകര കോടാലി എന്ന് പറയുന്ന ഈ ഒരു ഇടത്തരം ടൗണിൽ ഒരു പുതിയ ബ്രാഞ്ച് കൂടി തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും കൂട്ടായ്മയും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആമ്പല്ലൂരിൽ ഫാൻസി ആഭരണങ്ങളുടെയും ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരണവുമായി വിനീസ് ഫാഷൻ ഹബ് ആൻഡ് സിൽവർ പ്രവർത്തനം ആരംഭിച്ചു. അമ്പല്ലൂർ വരന്തരപ്പള്ളി ബസ് സ്റ്റോപ്പിന് സമീപം ചിറമൽ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ദിയ ശ്രീജിത്ത് നിർവഹിച്ചു. ആന്റിക്, ട്രഡീഷണൽ, വെസ്റ്റേൺ, കുന്തൻ, ചെട്ടിനാട്, എഡിസ്റ്റോൺ സ്റ്റൈൽ ആഭരണങ്ങൾ, ബ്രൈഡൽ സെറ്റുകൾ, വളകൾ, മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയുടെ വിവിധ കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ കോസ്മെറ്റിക്സിനൊപ്പം നാച്ചുറൽ ഹെയർ ആക്സസറീസും ലഭിക്കും. വിവാഹങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങൾക്കും അനുയോജ്യമായ ബ്രൈഡൽ സെറ്റുകളും പാർട്ടിവെയർ ആഭരണങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതായി സ്ഥാപന ഉടമ വിനീത ശ്രീജിത്ത് അറിയിച്ചു. ഇന്ന് തന്നെ സന്ദർശിക്കൂ വിനീസ് ഫാഷൻ ഹബ് ആൻഡ് സിൽവർ, ചിറമൽ ബിൽഡിംഗ്, വരന്തരപ്പള്ളി ബസ് സ്റ്റോപ്പിന് സമീപം, അമ്പല്ലൂർ. ഫോൺ 9037520001. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അമ്പലൂർ മേഖലയിലേക്ക് പുതിയൊരു വ്യാപാര സ്ഥാപനം കൂടി വന്നിരിക്കുകയാണ്, വിന്നീസ് ഫാഷൻ. നമ്മളിനി സാധനങ്ങളൊക്കെ വാങ്ങാൻ, ഫാൻസി സാധനങ്ങളൊന്നും വാങ്ങാൻ പുതുക്കാട്ടേക്കും ഒല്ലൂർക്കും തൃശ്ശൂർക്കും ഓടണ്ട. ഇവിടെ തന്നെയുണ്ട്, ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി പോവുക. അപ്പോ ഓണക്കാലത്ത് എല്ലാ നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളും ഉണ്ടാവട്ടെ. ഈ സ്ഥാപനത്തിനും പ്രത്യേകിച്ച് ശ്രീജിത്തിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ആഭരണങ്ങളും ബ്രൈഡൽ സെറ്റുകളും ദിവസവാടകയ്ക്കും നൽകുന്നുണ്ട്. പഞ്ചലോഹ ആഭരണങ്ങളും ഓർഡർ അനുസരിച്ച് വെള്ളി ആഭരണങ്ങളും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിങ്ങമാസം അവസാനിക്കുന്നതുവരെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് മനോഹരമായ ബ്ലൗസുകൾ തിരഞ്ഞെടുക്കാൻ ഇനി തയ്യലിന്റെ കാത്തിരിപ്പ് ദിനങ്ങൾ വേണ്ട. വ്യത്യസ്ത ഡിസൈനുകളിലും ആകർഷകമായ നിറങ്ങളിലുമുള്ള റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ വിപുലമായ ശേഖരവുമായി വരന്തരപ്പള്ളിയിൽ സാൻസു ബ്ലൗസ് കോർണർ സെലക്ടഡ് സാരീസ് പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളി ജനതാ ജംഗ്ഷനിലെ വരിക്കാനിക്കൽ ബിൽഡിംഗിലാണ് സാൻസു ബ്ലൗസ് കോർണർ പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ലിഷോയ് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പ്രിയൻ, മെൽവിൻ, സത്താർ, പൊതുപ്രവർത്തകരായ ബിനോയ് ഞെരിഞ്ഞാംപിള്ളി, ഡേവിസ് അക്കര, സന്തോഷ് തണ്ടാശ്ശേരി, വിനയൻ പണിക്കവളപ്പിൽ, ഷൈജു പട്ടിക്കാട്ടുകാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് ആശംസകൾ നേർന്നു. സന്ധ്യ സുദേവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഓരോ സാരിക്കും ചേരുന്ന ഡിസൈൻ, വിവാഹം, ഓണം, ആഘോഷങ്ങൾ, മറ്റ് വിശേഷാവസരങ്ങൾ തുടങ്ങി വിവിധ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ നിരവധി ഡിസൈനുകളിലും നിറങ്ങളിലുമുള്ള ബ്ലൗസുകളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ട്രെൻഡിനൊത്ത ഡിസൈനുകൾക്കൊപ്പം വ്യത്യസ്ത ഫിറ്റിംഗുകളിലും മോഡലുകളിലും റെഡിമെയ്ഡ് ബ്ലൗസുകൾ ലഭ്യമാണ്. ബ്ലൗസുകൾക്ക് പുറമെ അത്യാകർഷകവും ഏറ്റവും പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള ജെൻസ് വെയറുകളും ഇവിടെ ലഭ്യമാണ്. ഷർട്ടുകൾ, ടീഷർട്ടുകൾ, ബർമുഡ, ട്രാക്ക് സൂട്ട് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിലാണ് ഒരുക്കിയിരിക്കുന്നത്.
സന്ദർശിക്കുക സാൻസു ബ്ലൗസ് കോർണർ സെലക്ടഡ് സാരീസ്, വരിക്കാനിക്കൽ ബിൽഡിംഗ്, ജനതാ ജംഗ്ഷൻ, വരന്തരപ്പള്ളി. ഫോൺ 8606522262 9048670140. കൃത്രിമ നിറങ്ങളും അജിനോമോട്ടോ പോലുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കാതെ തന്നെ കൂടുതൽ രുചികരമായ വിഭവങ്ങളുടെ കലവറയുമായി ചിയേഴ്സ് കിച്ചൺ റൈസ് ആൻഡ് ഫ്ലവേഴ്സ് ആമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആമ്പല്ലൂർ HDFC ബാങ്കിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം MA ജോൺസണും ഹെവിൻ ജോണും ചേർന്ന് നിർവഹിച്ചു. ആൻമേരി മൽപ്പാന്റെയും നിധിൻ ജോൺസന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ രുചിയേറിയ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചിക്കൻ, ബീഫ്, പോർക്ക് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ ലഭ്യമാണ്. ആദ്യ ദിനത്തിൽ ബിരിയാണി വാങ്ങുന്നവർക്ക് ചിക്കൻ കൊണ്ടാട്ടം സൗജന്യമായി നൽകിയാണ് ചിയേഴ്സ് കിച്ചൺ ഉപഭോക്താക്കളെ വരവേറ്റത്. ടേക്ക് അവേ കൗണ്ടറിന് പുറമെ ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 8891607733 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തും ഓർഡർ ചെയ്യാം. ആഘോഷവേളകൾക്കായുള്ള പ്രത്യേക ഭക്ഷണ ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. രുചിയിലും ഗുണമേന്മയിലും വിട്ടുവീഴ്ചയില്ലാതെ ചിയേഴ്സ് കിച്ചൺ റൈസ് ആൻഡ് ഫ്ലേവേഴ്സ്, ആമ്പല്ലൂരിന്റെ പുതിയ രുചിയിടം. HDFC ബാങ്കിന് സമീപം, ആമ്പല്ലൂർ. ഓർഡറുകൾക്കും ഡെലിവറിക്കും 8891607733. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിനും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും കൃത്യമായ പോഷകാഹാരത്തിന് പ്രധാന പങ്കുണ്ടെന്ന സന്ദേശവുമായി പുതുക്കാട് ബസാർ റോഡിലെ പുളിക്കൻ ഹൈപ്പർ ബസാറിൽ ന്യൂ ബിഗിനിംഗ് ന്യൂട്രീഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് പുതുക്കാട് ഫൊറോന സഹവികാരി ഫാദർ നോബിൾ ഐനിക്കൽ നിർവഹിച്ചു. ലിജോ നൈന ഉദ്ഘാടനം നിർവഹിച്ചു. മനു പഴുങ്കാരൻ ആദ്യ വിൽപ്പന നടത്തി. ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ പോഷകങ്ങൾ ശരിയായ രീതിയിൽ ലഭ്യമാക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുന്നതിനും ന്യൂട്രീഷൻ സെന്ററുകൾ സഹായകരമാകുന്ന സാഹചര്യത്തിലാണ് പുതുക്കാട് ബസാർ മേഖലയിലും പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പറഞ്ഞവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും, ഒരാളെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ടില്ല, അങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും വന്നതിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വരുമാനത്തിനായിട്ട് കൂടുതൽ ചിലവാണ്. ഒരു സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു, ഒരു മണി മാനേജ്മെന്റ് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ തെറ്റായിട്ടുള്ള എൻ്റെ ഒരു അറിവ് കുറവ് കൊണ്ട് എനിക്ക് ബിസിനസ്സിൽ കുറേ പാളിച്ചകൾ ഹെർബാലൈഫിൽ പറഞ്ഞേക്കാട്ട് മുന്നേ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഹെർബാലൈഫിൽ വന്നതിന് ശേഷം ഞാൻ അത് എങ്ങനെ തിരുത്താന്നുള്ളത് പഠിച്ചു, അതും രവി സാറിന്റെ ട്രെയിനിങ്ങിൽ നിന്ന്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇന്ന് വീട് പണിയാനും കാറ് മേടിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ലോൺ എടുക്കും. അതിന് നമുക്ക് തിരിച്ചൊരു വരുമാനമില്ല. പക്ഷെ ഒരു ന്യൂട്രീഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ അത് ബ്രാൻഡായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് കൊട്ടാരം പോലത്തെ വീട് 11 വർഷം മുന്നേ ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു ന്യൂട്രീഷൻ സെന്റർ ഷേക്ക് കുടിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പൊടി കലക്കി കുടിക്കുന്ന പരിപാടിയല്ല, എനിക്ക് വേണ്ട, ചേട്ടൻ കുടിച്ചോന്നാണ് പറയാറ്. അങ്ങനെ ഇതുപോലെ തന്നെ ഒരു ന്യൂട്രീഷൻ സെന്ററിലേക്ക് എന്നെ കൊണ്ടുപോയി ചെയ്തത്. കാരണം വെച്ചാൽ നമ്മൾ പരമാവധി വേറൊരാൾ പറയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജകുമാർ സാറിന്റെ സെന്ററിലേക്കാണ് ഞാൻ കണക്ട് ആവുന്നത്. അവിടെ നിന്ന് തൊട്ട് ഏകദേശം 10 വർഷത്തോളമായിട്ട് ഇന്ന് നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ മാർക്യൂസിന്റെ വിഷൻ എല്ലാ കുടുംബങ്ങളിലും സന്തോഷം, ആരോഗ്യം, പൈസയും ഒക്കെ ഉണ്ടാവണമെന്നാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ലിജോ ചേട്ടനും മാനേജ് ഇട്ടപ്പോൾ ഇതേപോലത്തെ ഒരു സെന്റർ ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ ഒരു നാടിനെ തന്നെ കിടുക്കിയ ഒരു ക്ലബ് ഓപ്പണിംഗ് ആയി, അതേപോലെ തന്നെ ഒരു ക്ലബായി മാറട്ടെ എന്ന് എല്ലാവിധ ആശംസിക്കും. ലിജോ
എന്നൊരു പുതിയ ന്യൂട്രീഷൻ ക്ലബ്ബ് ഓപ്പൺ ആക്കിയത്. ഈ ഒരു ന്യൂട്രീഷൻ ക്ലബ്ബിൽ നിന്ന് ഇനിയും ഒരുപാട് ജനങ്ങളുടെ, ഒരുപാട് കുടുംബത്തിന്റെ കണ്ണീര് മാറ്റാൻ, ഒരുപാട് ആളുകളുടെ ജീവിതം മാറാൻ, ആരോഗ്യമായിട്ടും സന്തോഷമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന നിലയിലെത്താൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയൊരു ഇടവേള. വമ്പിച്ച ഓഫറുകളും മികച്ച കളക്ഷനും കൈനിറയെ സമ്മാനങ്ങളുമായി 3 മുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ ഓണം എക്സ്പ്രസ് മെഗാ സെയിൽ ജനപ്രിയമാകുന്നു. ഓണക്കാലത്ത് കേരളത്തിൽ ഏറ്റവുമധികം വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളും അടുക്കള ജോലികൾ എളുപ്പമാക്കുന്ന കിച്ചൺ അപ്ലയൻസസുമൊക്കെ. ഓണത്തിന് മുന്നോടിയായി വലിയ തോതിൽ പുതിയ സ്റ്റോക്ക് എടുത്തിട്ടുള്ളതിനാൽ ഉപഭോക്താക്കൾക്ക് വിലക്കയറ്റത്തിന്റെ ഭാരമില്ലാതെ 50% വരെ വിലക്കിഴിവിലാണ് 3 മുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ ഓണം എക്സ്പ്രസ് മെഗാ സെയിൽ ഒരുക്കിയിരിക്കുന്നത്. 43 ഇഞ്ച് സ്മാർട്ട് LED TV വെറും 14,799 രൂപയ്ക്ക് ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. ഫുള്ളി ഓട്ടോ 8 kg വാഷിംഗ് മെഷീൻ 15,499 രൂപ മാത്രം. 5,950 രൂപ വിലയുള്ള ഇംബെക്സ് ഇൻഡക്ഷൻ കുക്കർ 2,799 രൂപയ്ക്കും 6,290 രൂപ വിലയുള്ള കാസ്റ്റർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് 2,499 രൂപയ്ക്കും ലഭിക്കുന്നു. ഐബൽ ഇൻഫ്രാറെഡ് ഇൻഡക്ഷൻ 2,299 രൂപ മാത്രം. 8,900 രൂപ MRP ഉള്ള ബ്ലൂബെറി എയർ ഫ്രയറിന് 3,699 രൂപ മാത്രം. 7,910 രൂപ MRP ഉള്ള ഇംബെക്സ് എയർ ഫ്രയർ 2,799 രൂപയ്ക്കും ലഭിക്കുന്നു. 2,750 രൂപ വിലയുള്ള മിസ്റ്റർ ലൈറ്റ് 3 ലിറ്റർ പ്രഷർ കുക്കർ 999 രൂപ മാത്രം. മിസ്റ്റർ ബട്ട്ലർ 3 ലിറ്റർ പ്രഷർ കുക്കർ 1,199 രൂപ. ഇംബെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 4,499 രൂപയ്ക്കും ബ്ലൂബെറി ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,799 രൂപയ്ക്കും ലഭിക്കുന്നു. കടായി, തവ, ഫ്രൈ പാൻ, ഗ്ലാസ് ലിഡ് ഇൻഡക്ഷൻ ബേസ് എന്നിവ അടങ്ങിയ 4-in-1 മിസ്റ്റർ ലൈറ്റ് കോംബോ 1,199 രൂപയുടെ അതിശയിപ്പിക്കുന്ന വിലക്കിഴിവിലും ഹോം എക്സ്പ്രസിൽ ലഭ്യമാണ്. അത്തം പിറക്കുന്നതിന് മുൻപ് തന്നെ ഓണവിപണി സജീവമായി കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, ഓണക്കാലമാണ്. ഗൃഹോപകരണങ്ങൾക്കും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും ഒപ്പം അടുക്കളകളെ സ്മാർട്ടാക്കുന്ന കിച്ചൺ അപ്ലയൻസസിനുമൊക്കെ ഏറ്റവും കച്ചവടം നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 3 മുറി ഹോം എക്സ്പ്രസിൽ ഈ ഓണക്കാലത്ത് ഗൃഹോപകരണങ്ങൾക്കും ഇലക്ട്രോണിക്സ്, കിച്ചൺ അപ്ലയൻസസ് ഉൽപ്പന്നങ്ങൾക്കും 50% ഡിസ്കൗണ്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ ഓണക്കാലത്ത് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ഹോം എക്സ്പ്രസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത്. കൂടാതെ നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിന് പുറമെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുക കൂടിയാണ് 3 മുറിയിലെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്. സംതൃപ്തിയോടെ ഓണമുണ്ണാനുള്ള ഗുണനിലവാരമുള്ള പച്ചക്കറിയുടെ ലഭ്യത ഇവിടുത്തെ സവിശേഷതയാണ്. ഈ ഓണക്കാലത്ത് ഹോം എക്സ്പ്രസിൽ നിന്നുള്ള ഓരോ 699 രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ വഴി വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, LED TV തുടങ്ങിയ ബമ്പർ സമ്മാനങ്ങൾ നേടാനുള്ള സുവർണാവസരവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. മികച്ച ഓഫറുകളും കൈനിറയെ സമ്മാനങ്ങളുമായി 3 മുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണം എക്സ്പ്രസ് സെയിൽ ശ്രദ്ധേയമാവുകയാണ്. മിതമായ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ കൈനിറയെ വാങ്ങാനുള്ള സുവർണ അവസരമാണ് ഉപഭോക്താക്കൾക്കായി 3 മുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് ഒരുക്കുന്നത്. തീർന്നില്ല, ഓരോ 699 രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ സമ്മാനങ്ങൾ കരസ്ഥമാക്കാനുള്ള സുവർണ അവസരം കൂടി ഉപഭോക്താക്കൾക്ക് ഈ ഓണക്കാലത്ത് സമ്മാനിക്കുകയാണ് 3 മുറിയിലെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ സഹകരണ സംഘങ്ങൾ, പാടശേഖര സമിതികൾ എന്നിവയുടെ സഹകരണത്തോടെ കർഷക ദിനാചരണം നടത്തി.
KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു അധ്യക്ഷയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. കൃഷി ഓഫീസർ CR ദിവ്യ, കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P വിനോദ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, വൈസ് പ്രസിഡന്റ് KJ ജോജു, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജോളി ചുക്കിരി, രാജു തളിയപ്പറമ്പിൽ, ശ്രീജ രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, PC സുബ്രൻ, ദിനിൽ പാലപ്പറമ്പിൽ, ഷിൻഡ സനോജ, കാർഷിക വികസന സമിതി പ്രതിനിധി AV ചന്ദ്രൻ, പാടശേഖര സമിതി പ്രതിനിധി രാമകൃഷ്ണൻ മോഴിയൽ, കേര സമിതി പ്രതിനിധി PI ജോസ് പൂവത്തുകാരൻ, പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറി TV ജിഷ, അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ K വിജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ് അധ്യക്ഷത വഹിച്ചു. വിവിധ പാടശേഖര സമിതികൾ, ഇക്കോ ഷോപ്പ്, കാർഷിക കർമ്മസേന, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി വേണു, ജോസ് J ചിറ്റിലപ്പിള്ളി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മികച്ച കർഷകരെയും മികച്ച പാടശേഖര സമിതിയെയും ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ PD നെൽസൺ, ജീമ സലീഷ്, ഷാജു കോമ്പാറക്കാരൻ, ബിന്ദു സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K രാജേഷ്, KA സുരേഷ് ബാബു, സെക്രട്ടറി NJ ഹേമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ കർഷക ദിനാചരണം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന മുഖ്യാതിഥിയായി. മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കരസ്ഥമാക്കിയ എക്സൈസ് ഇൻസ്പെക്ടർ രാജു കിഴക്കൂടനെയും തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെയും വനിതാ കർഷകരെയും ആദരിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസം തെക്കുംപെടിക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അമൃത സുനിൽ, റജി ജോർജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിഷ ഡേവിസ്, സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, കൊടകര കൃഷി അസിസ്റ്റന്റ് ഓഫീസർ വിനോദ് കുമാർ, തൃക്കൂർ കൃഷിഭവൻ ഓഫീസർ ദീപ ജോണി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രതീഷ്, സ്വാഗത സംഘം ഭാരവാഹികളായ സത്യൻ മാസ്റ്റർ, ബൈജു നെല്ലിശ്ശേരി, സഹകരണ സംഘം പ്രസിഡന്റുമാർ, തൃക്കൂർ കൃഷിഭവൻ കമ്മിറ്റി അംഗങ്ങൾ, കർഷകർ എന്നിവർ സന്നിഹിതരായി. മറ്റത്തൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P വിനോദ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P വിനോദ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സതീശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR ഔസേഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR റെനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ബിജു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സവിത ജനൻ, പ്രവീൺ M കുമാർ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ VU ദിവ്യ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PK ജിഷ, മികച്ച കർഷകരായ സബിത മയ്യാടൻ, KA ലോന, KD ലത, പൗലോസ് പാറക്കൽ, KR ഷൈജു, TP വിനയൻ, PB ജിജീഷ്, KV മുരളീധരൻ, PR സുനീഷ്, AU ആരാധ്യ, PR പ്രഭാകരൻ, MM മുകേഷ് എന്നിവരെ ആദരിച്ചു. മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന വിദ്യാലയമായി കൊടുങ്ങയിലുള്ള സൈറിൻ സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് സ്കൂളും മികച്ച പാടശേഖരമായി ചാഴിക്കാട് പാടശേഖരവും തിരഞ്ഞെടുത്തു. വിശുദ്ധ എവുപ്രാസമയുടെ 20ാമത് തിരുനാൾ ഒല്ലൂർ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ഓഗസ്റ്റ് 20 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. കേരള സഭയിൽ തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിപ്പെട്ട വിശുദ്ധ എവുപ്രാസമയുടെ 20ാം തിരുനാളാണ് ഈ വർഷം ആചരിക്കുന്നത്. ഈ തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ആശീർവദിച്ച് പദയാത്രയോടെ പ്രത്യേകമായ വാഹന അകമ്പടികളോടുകൂടെ പറപ്പൂര് പുറണയിലേക്കും അവിടെ നിന്ന് ഒല്ലൂർ പുറണയിലേക്കും തുടർന്ന് നമ്മളുടെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ബഹുമാനപ്പെട്ട ജോസ് കോനിക്കലി അർപ്പിച്ചുകൊണ്ട് തിരുനാളിൻ്റെ അടുത്ത ഒരുക്കങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരിക്കുകയാണ്. ഇനി ഈ വരുന്ന 20ാം തീയതി മുതലാണ് നവനാള് ആരംഭിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 5 മണിക്കാണ് നവനാള് ആഘോഷമായ തിരുക്കർമ്മങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരിക്കുക. തിരുനാൾ കൊടിയേറ്റം നടത്തുന്നത് തൃശ്ശൂർ അതിരൂപത വികാരി ജനറൽ
മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പ്ലാക്കിലച്ചനാണ്. കാര്യങ്ങളും വിശദമായി പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ഞങ്ങൾക്ക്. വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ സംവിധാനം തുടരണമെന്ന് KSKTU കൊടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മറ്റത്തൂരിൽ നടന്ന പ്രതിനിധി സമ്മേളനം KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശനൻ ഉദ്ഘാടനം ചെയ്തു. NM സജീവൻ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ, PK ശിവരാമൻ, TA രാമകൃഷ്ണൻ, KJ ഡിക്സൺ, PS വിനയൻ, സിന്ധു സുബ്രഹ്മണ്യൻ, MR രഞ്ജിത്ത്, CV രവി, വിജിത്ത് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി NM സജീവൻ പ്രസിഡന്റ്, പ്രവീണ മനോജ്, PC സുബ്രൻ വൈസ് പ്രസിഡന്റുമാർ, EK അനൂപ് സെക്രട്ടറി, സ്വപ്ന സത്യൻ, MK ബൈജു ജോയിന്റ് സെക്രട്ടറിമാർ, PK കൃഷ്ണൻകുട്ടി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. CPI അളഗപ്പനഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 ഡൽഹി ചലോ മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പദയാത്ര സംസ്ഥാന കമ്മിറ്റി അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സമാപന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി VK അനീഷ് ജാഥ ക്യാപ്റ്റനായും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK ബിന്ദു വൈസ് ക്യാപ്റ്റനായും അസിസ്റ്റന്റ് സെക്രട്ടറി VR രാജൻ മാസ്റ്റർ മാനേജറുമായുള്ള ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KM ചന്ദ്രൻ, VK വിനീഷ്, മണ്ഡലം കമ്മിറ്റി അംഗം ജയന്തി സുരേന്ദ്രൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ഡൽഹി സമരത്തിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ, NA മോഹൻദാസ് എന്നിവരെ ജാഥ സമാപന കേന്ദ്രത്തിൽ ആദരിച്ചു. CPI ഡൽഹി ചലോ മാർച്ചിന്റെ ഭാഗമായി വരന്തരപ്പള്ളി CPI ലോക്കൽ കമ്മിറ്റി കാൽനട ജാഥ സംഘടിപ്പിച്ചു. KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമാപന പൊതുയോഗം CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. PA ജോർജ് ജാഥ ക്യാപ്റ്റനായും രമ സന്തോഷ് വൈസ് ക്യാപ്റ്റനായും അർഷാദ് ജാഥ മാനേജറായും നേതൃത്വം നൽകി. ഷീല ജോർജ്, MA ജോയ്, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, TN മുകുന്ദൻ, കലാപ്രിയ സുരേഷ്, പ്രശാന്തൻ, ബൈജു പൂങ്കാവനം എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് മുൻ പ്രസിഡന്റ് K ശശിധരന്റെ അനുസ്മരണ സമ്മേളനം കോടാലി ആൽത്തറയിൽ നടത്തി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ഫൗസിയ ഷാജഹാൻ, സുരേഷ് P അരിക്കാട്ട്, CP ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. CITU കൊടകര ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ PC ഉമേഷ് അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി EK അനൂപ്, CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, സരിത രാജേഷ്, PK രാജൻ എന്നിവർ പ്രസംഗിച്ചു. സെപ്റ്റംബർ 5 കോടാലിൽ വച്ചാണ് സമ്മേളനം നടക്കുന്നത്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 2027-28 അധ്യയന വർഷത്തേക്കുള്ള LKG അഡ്മിഷൻ ശുഭാരംഭം നടത്തി. കൊടകര വിവേകാനന്ദ സെക്രട്ടറി KS സുകേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിന്റെ മാനേജർ C രാകേഷ് ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുമ R മേനോൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ എന്നിവർ സന്നിഹിതരായി. മുരിയാട് ഡിലീഷ്യസ് സൂപ്പർ മാർക്കറ്റിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഡിലീഷ്യസ് സൂപ്പർ മാർക്കറ്റും മാ കെയർ തൃശൂരും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡിലീഷ്യസ് സൂപ്പർ മാർക്കറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോമി ജോൺ, മാനേജർ കൃഷ്ണകുമാർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഭരതൻ, ബൈജു എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,270 രൂപ, പവന് 1,14,160 രൂപ. ചെമ്പൂച്ചിറ വെള്ളാന്ത്ര പരേതനായ നാരായണൻ ഭാര്യ ഗൗരി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമന, ഇന്ദിര, ശിവൻ എന്നിവർ മക്കളും രാമകൃഷ്ണൻ, പരേതനായ മോഹനൻ, ബീന എന്നിവർ മരുമക്കളുമാണ്. വരാക്കര സൗത്ത് ചിറയത്ത് ചുക്കിരി വാറുണ്ണി ഭാര്യ മേരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോസ് പ്രകാശ്, ഡോക്ടർ ഹെൻറി പ്രസാദ്, നീന സ്റ്റാൾസൺ എന്നിവർ മക്കളും റോസ് ചിമ്മൻ, ലിജി ജോസ് ആലുക്ക, സ്റ്റാൾസൺ കണ്ടംകുളത്തി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചിങ്ങമൊന്ന് പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരി. പുതുവർഷത്തെ വരവേറ്റ് മലയാളികൾ. നാടെങ്ങും കർഷക ദിനാചരണ പരിപാടികളും.
തൃശൂർ പുലിക്കളിക്ക് കൊടിയേറി. പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പുലിമടകളിൽ സജീവം. മകന്റെ വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അമ്മ മരിച്ചു. സംഭവം പാവറട്ടിയിൽ. മകൻ പോലീസ് പിടിയിൽ. വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ സംവിധാനം തുടരണമെന്ന് KSKTU കൊടകര ഏരിയ സമ്മേളനം. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.